നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളുമായും മറ്റ് വിലപിടിപ്പുള്ള പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട തിരിമറികൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നിലവിലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകാലത്ത് CPM നേതാക്കളും അവരുടെ അനുയായികളുമൊക്കെ തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് പ്രതിപക്ഷമായ UDF-നെയും കോൺഗ്രസിനെയും ഈ വിവാദങ്ങളിലേക്ക് എപ്രകാരം വലിച്ചിഴയ്ക്കാം എന്ന ഗൂഢാലോചനയാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് പ്രതിപക്ഷമായ UDF-നെയും കോൺഗ്രസിനെയും ഈ വിവാദത്തിലേക്ക് എപ്രകാരം വലിച്ചിഴയ്ക്കാം എന്ന ഗൂഢാലോചനയിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളെ പുനരന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നീക്കങ്ങൾ നടക്കുന്നത്. 2017 ശബരിമലയിൽ നടന്ന കൊടിമരം പുനഃസ്ഥാപിക്കൽ നടപടികളെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയത് ഇത്തരമൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. അന്തരിച്ച മുൻ MLA-യും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലയളവിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അക്കാലത്തെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് UDF-നെ പ്രതികൂട്ടിലാക്കാനായിട്ട് സഹായിക്കുമെന്ന CPM-ന്റെ കണക്കുകൂട്ടലാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ദിശ മാറ്റാൻ പ്രേരിപ്പിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് SIT-യും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചതെങ്കിലും ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ തള്ളിക്കളയാനാവില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ ഏറ്റവും സത്യസന്ധനും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയുമായിട്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ശബരിമലയുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിച്ചതല്ലാതെ അവിടുത്തെ ധനമോ സ്വത്തോ ദുരുപയോഗം ചെയ്തിട്ടില്ലെന്ന് ഭക്തജനങ്ങളും രാഷ്ട്രീയ എതിരാളികൾ പോലും വിശ്വസിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കാലയളവിലെ നടപടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള പഴുതുകൾ കണ്ടെത്താനാകുമോ എന്നാണ് സർക്കാർ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്ത്രി കണ്ഠര് രാജീവരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികളിൽ നിന്ന് മൊഴിയെടുത്ത ഘട്ടത്തിലാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT-ക്ക് ലഭ്യമായതും അത് അന്വേഷണ വിഷയമാക്കിയതും. പഴയ കൊടിമരം കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച സാഹചര്യത്തിലാണ് 2017 പുതിയ കൊടിമരം സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. രാജഭരണകാലത്ത് സമ്മാനമായി ലഭിച്ച പുരാതനമായ വാജിവാഹനവും അഷ്ടദിക്പാലകരും ഈ കൊടിമരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ പുതിയ കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് ഈ പവിത്രമായ രൂപങ്ങൾ എവിടേക്ക് മാറ്റി എന്ന കാര്യത്തിൽ ദേവസ്വം രേഖകളിൽ കൃത്യമായ വ്യക്തതയില്ലെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അശ്രദ്ധയാണോ അതോ ബോധപൂർവമായിട്ടുള്ള നീക്കമാണോ എന്ന കാര്യത്തിൽ ഗൗരവകരമായിട്ടുള്ള അന്വേഷണം നടന്നു വരികയാണ്. പാരമ്പര്യമായി ഇത്തരം പുരാവസ്തുക്കൾ തന്ത്രിയുടെ പക്കൽ ഏൽപ്പിക്കാറാണ് പതിവ് എങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് രേഖപ്പെടുത്താത്തതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏകദേശം 11 കിലോ തൂക്കം വരുന്നതും പഞ്ചലോഹത്തിൽ സ്വർണം പൊതിഞ്ഞതുമായ വാജിവാഹനം എന്ന ശില്പം തന്ത്രി കണ്ഠര് രാജീവരുടെ വസതിയിൽ നിന്ന് SIT സംഘം കണ്ടെടുത്തത് ഈ കേസിലെ പ്രധാന വഴിത്തിരിവാണ്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളി കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്ത്രിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിലാണ് ഈ വിലപിടിപ്പുള്ള പുരാവസ്തു കസ്റ്റഡിയിലെടുത്തത്. 2017 കൊടിമരം മാറ്റിയപ്പോൾ തന്ത്രി ഇത് സ്വന്തം വസതിയിലേക്ക് മാറ്റിയതാണെന്ന് വ്യക്തമായതോടെ ഇത് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ അറിവോടെയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ സാഹചര്യത്തെ മുൻനിർത്തി പ്രയാർ ഗോപാലകൃഷ്ണനെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായിട്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനാണ് സർക്കാർ ഈ അന്വേഷണത്തെ ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമാണ്. പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ വ്യക്തിശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് CPM ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഭക്തലക്ഷങ്ങൾ പവിത്രമായി കാണുന്ന ശബരിമലയിലെ ഓരോ തരി സ്വർണത്തിൻ്റെയും കണക്കുകൾ ബോധിപ്പിക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് ബാധ്യതയുണ്ട്. രാഷ്ട്രീയ പകപോക്കലുകൾക്ക് അപ്പുറം വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.